അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഈ ഒരു കാര്യങ്ങളെ പറ്റിയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. വോളിൻ്റെ സെൻട്രൽ ലൈൻ എന്താണെന്ന് പറഞ്ഞു. വോളിൻ്റെ സെൻട്രൽ ലൈൻ എടുത്തിട്ട് നമ്മൾ വോൾ വരയ്ക്കുകയാണെങ്കിൽ ആ സെൻട്രൽ ലൈൻ കണക്കാക്കിയിട്ടായിരിക്കും നമുക്ക് എന്ത് വരുന്നത്, വോൾ വരയ്ക്കാൻ വരുന്നത്. ഇനി തൊട്ടടുത്ത ഓപ്ഷൻ എടുത്ത് നോക്കാം. നമുക്ക് കോർ സെൻട്രൽ ലൈൻ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞിരുന്നു. ഒരു ഭിത്തി കെട്ടുമ്പോൾ നമ്മളെന്താ ആദ്യം ബ്രിക്ക് യൂസ് ചെയ്ത് ആ ഭിത്തിയുടെ സ്ട്രക്ചർ കെട്ടും. എന്നിട്ട് അതിനുശേഷം അതിൻ്റെ പുറത്തും അകത്തും നമ്മൾ പ്ലാസ്റ്റർ ചെയ്യും. എന്നിട്ട് നമ്മൾ പെയിൻ്റ് അടിക്കും. ഇങ്ങനെയാണല്ലോ നമ്മൾ ചെയ്യുന്നത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ, നമ്മുടെ ഇതാണ് ബ്രിക്ക് എന്ന് വിചാരിച്ചോ. ഇതാ ഇപ്പോൾ ഞാൻ റിയലിസ്റ്റിക് ആയിട്ട് കാണിക്കാം. നമ്മുടെ ഈ ഒരു ഭിത്തി കെട്ടിയപ്പോൾ നമ്മളെന്താ ഈ ഒരു കാര്യമാണ് ആദ്യം ചെയ്തത്. അതായത് കല്ല് വെച്ച് നമ്മൾ കെട്ടി. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്തു, പ്ലാസ്റ്റർ രണ്ട് സൈഡിലും അങ്ങ് തേച്ച് പിടിപ്പിച്ചു. അതിനുശേഷം എന്ത് ചെയ്തു, നമ്മൾ പുറത്ത് എന്താ പെയിൻ്റ് അടിച്ചു. അപ്പോൾ ഇങ്ങനെ നമ്മൾ നമ്മുടെ വീട് കെട്ടുമ്പോൾ നോക്കുമ്പോൾ അറിയാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന ഇതിനെ ഏറ്റവും കോറായിട്ടുള്ള, അതായത് ഏറ്റവും സെൻറ്ററിലായിട്ടുള്ള ഭാഗത്തിൻ്റെ സെൻറ്റർ ലൈനാണ് ഈ ഉദ്ദേശിക്കുന്നത്. അതായത് ഈ ഭാഗത്തിൻ്റെ വോളിൻ്റെ ടോട്ടൽ സെൻറ്റർ അല്ല, ഈ കോർ എന്ന് പറയുന്ന ഈ ഭാഗത്തിൻ്റെ സെൻറ്റർ ലൈനായിരിക്കും നമ്മൾ ഇനി വോൾ എടുത്ത് വരയ്ക്കുമ്പോൾ ഈ ഓപ്ഷൻ ചൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ വരുന്നത്. അപ്പോൾ ഞാൻ ഇതെടുത്ത് വരച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ വോളിൻ്റെ ഇതൊന്നും കാണാൻ പറ്റത്തില്ല. വോൾ എടുത്തു, ഞാൻ വേറൊരു വോളിൻ്റെ ടൈപ്പ് എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും. ഇത് കണ്ടോ, ഇതിൻ്റെ ഞാനിവിടെ ക്ലിക്ക് ചെയ്തു. ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഇതിങ്ങനെ വരച്ചു കൊടുത്തു. ആ ബ്ലൂ പോർഷൻ വന്നു, കണ്ടോ, വോളിൻ്റെ കോറിൻ്റെ സെൻറ്റർ ലൈൻ. വോളിൻ്റെ ഇത് അല്ലായിരുന്നു, വോൾ കോർ സെൻറ്റർ ലൈൻ എന്ന് പറയുന്ന ഈ ഓപ്ഷൻ എടുത്തു. കോർ സെൻറ്റർ ലൈൻ എടുത്തു. എന്നിട്ട് ഞാൻ ഇവിടുന്ന് ക്ലിക്ക് ചെയ്തു. കണ്ടോ, ആ ഒരു ബ്ലൂ ലൈൻ വരുന്നത് നിങ്ങൾ നോക്കുക. ആ ബ്ലൂ ലൈൻ എന്ന് പറയുന്നത് ഇതിൻ്റെ സെൻറ്ററിലാണ്. എന്താ ഈ ഒരു ലൈനായിരുന്നു. അതായത് ഈ എന്താ നമ്മുടെ സിമെൻറ്റ് കൊണ്ടുള്ള ഇഷ്ടിക പോലത്തെ ആ സാധനത്തിൻ്റെ സെൻറ്റർ ലൈനാണ് കോർ സെൻറ്റർ ലൈൻ എന്ന് പറയുന്നത്. ഇനി കൂടുതലായിട്ട് നിങ്ങൾ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അടുത്ത ഇത് വോൾ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇനി അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത്, വോൾ എടുത്തു, അതിനുശേഷം നമ്മൾ ഫിനിഷ് ഫേസ് എക്സ്റ്റീരിയർ എന്ന് പറയുന്നു. അതായത് ഏതെങ്കിലും വോളിൻ്റെ ഫിനിഷ് ഫേസ്, നമ്മൾ ഫിനിഷിങ് ചെയ്തിട്ടുള്ളതിൻ്റെ ഫേസ്, അതായത് ഞാനിപ്പോൾ ഇവിടെ നിന്ന് വരയ്ക്കുകയാണെങ്കിൽ ഇത് കോർ സെൻറ്ററാണ്. ഇനിയിപ്പോൾ ഞാൻ ഇതെടുത്ത് മാറ്റിയിട്ട് ഫിനിഷ് ഫേസ് എക്സ്റ്റീരിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ എക്സ്റ്റീരിയർ സൈഡിലുള്ള ഇതാണ് നമ്മൾ വരയ്ക്കുന്നത്. കണ്ടോ, നമ്മൾ ഈ ലൈൻ നമ്മുടെ ആ വോളിൻ്റെ ഏറ്റവും എക്സ്റ്റീരിയർ ആയിട്ടുള്ള ഭാഗത്ത് ഉള്ള ലൈനാണ് നമ്മൾ വരച്ചു കൊടുക്കുന്നത്. നേരത്തെയൊക്കെ നമ്മൾ ആ കോറിൻ്റെയൊക്കെ സെൻറ്റർ ലൈൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഇവിടെ ആയിരുന്നു ഇത് വരച്ചുകൊണ്ടിരുന്നത്. അല്ലെങ്കിൽ വോളിൻ്റെ സെൻറ്റർ എന്ന് പറയുമ്പോൾ ഈ രണ്ട് എഡ്ജിൻ്റെ നടുക്ക് വശത്തുള്ള ലൈനായിരുന്നു. ഇനിയിപ്പോൾ നമ്മൾ എടുക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ ഫിനിഷ് ഫേസ് ഇൻറ്റീരിയർ, അതായത് ഇവിടെ ഇപ്പോൾ എക്സ്റ്റീരിയർ എന്ന് പറഞ്ഞാൽ ഈ ഭിത്തി പോലത്തെ, അതായത് ഈ ബ്രിക്ക് കൊണ്ടുള്ള ഈ ഭാഗത്തിൻ്റെ ഇതാണ് നമ്മളിപ്പോൾ കോർ ഫേസ് എക്സ്റ്റീരിയർ എന്ന് പറയുന്നത്. ഇൻറ്റീരിയർ എന്ന് പറയുന്നത് ഈ ഭാഗമായിരിക്കും. അപ്പോൾ അതായത് ഞാനിവിടെ വരച്ച് കഴിഞ്ഞാൽ കണ്ടോ, ഈ താഴ്വശത്തുള്ള ലൈനാണ് ഞാനിപ്പോൾ വരയ്ക്കുന്നത്. കണ്ടോ, അതാണ് അതിൻ്റെ പ്രത്യേകത. ഇനിയിപ്പോൾ അടുത്തത് എന്താ, കോർ ഫേസ് എക്സ്റ്റീരിയർ എന്ന് പറയുന്ന ഈ സാധനം എടുത്തു കഴിഞ്ഞാൽ മുമ്പേ രണ്ട് ഫിനിഷ് ഫേസ് ആയിരുന്നു. ഇപ്പോൾ കോർ ഫേസ് എന്ന് പറഞ്ഞാൽ ഈ കോറിൻ്റെ ഫേസ്, കോറിൻ്റെ പുറം ഭാഗത്തിലുള്ള ഇൻറ്റീരിയറും എക്സ്റ്റീരിയറും. അതായത് ഇത് കോർ ഇത് വരയ്ക്കുകയാണെങ്കിൽ കണ്ടോ, നമ്മൾ ഈ ഒരു ഭാഗത്തിൻ്റെ എക്സ്റ്റീരിയറാണ് ഇപ്പോൾ വരച്ചേക്കുന്നത്, ഈ ഒരു ലൈനാണ് വരച്ചേക്കുന്നത്. അതുപോലെ ഇൻറ്റീരിയർ ആണെങ്കിൽ എന്ത് ചെയ്യും, ഈ ഒരു ലൈനായിരിക്കും ഇപ്പോൾ വരയ്ക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ഇതൊന്നും എടുത്ത് നോക്കാം. ഇൻറ്റീരിയർ എന്ന് പറയുന്ന ഈ സാധനം എടുത്തു കഴിഞ്ഞാൽ കണ്ടോ, ഇതിൻ്റെ താഴത്തെയുള്ള ഇതാണ് വരയ്ക്കുന്നത്. കണ്ടോ, അപ്പോൾ ഇത് ഇത്രയാണ് ഇതിനകത്തെ കാര്യങ്ങൾ. ഇത് നിങ്ങൾ ഇപ്പോൾ കൺഫ്യൂസ് ആക്കണ്ട, ഒരുപാട് ചിന്തിച്ച് കൺഫ്യൂസ് ആക്കണ്ട, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞതേ ഉള്ളൂ. നമ്മളിത് വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് കൂടുതലായിട്ട് നമുക്ക് വരയ്ക്കുമ്പോൾ അത് മനസ്സിലായിക്കോളും. ഇനിയിപ്പോൾ നമ്മൾ ഇതെടുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ ചെയിൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഞാൻ പറഞ്ഞു, ഇത് ടിക്ക് ചെയ്തിട്ടാൽ മാത്രമേ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ടുള്ള വാൾ കിട്ടത്തുള്ളൂ. ഇല്ലെങ്കിൽ ചെയിൻ അൺടിക്ക് ആണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും, നമുക്ക് ബ്രേക്ക് ചെയ്തിട്ടുള്ള, കണ്ടോ,
മൗസ് കൊണ്ടുവരുമ്പോൾ അതിൻ്റെ കൂടെ അവിടെ നിന്നായിരിക്കും സ്റ്റാർട്ട് പോയിൻ്റ്. അപ്പോൾ ഇതിങ്ങനെ വരയ്ക്കാൻ വേണ്ടിയിട്ടാണ് ചെയിൻ എന്ന് പറയുന്ന ഓപ്ഷൻ യൂസ് ചെയ്യുന്നത്. അതായത് ചെയിൻ ടിക്ക് ചെയ്തിട്ട് കഴിഞ്ഞാൽ കണ്ടിന്യൂസ് വാൾ കിട്ടും. ഇനി ഓഫ്സെറ്റ് എന്ന് പറയുന്ന ഒരു ഇതുണ്ട്. ഓഫ്സെറ്റ് എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ ഒരു 300 എന്ന് പറയുന്ന ഒരു വാല്യൂ എൻ്റർ ചെയ്തിട്ട് എൻ്റർ കീ പ്രസ് ചെയ്തിട്ട് ഞാൻ ഈ ഒരു ലൈൻ, അതായത് ഞാനിപ്പോൾ ഇവിടെ ഒരു ലൈൻ ഇട്ട് തരാം, ഒരു മോഡൽ ലൈൻ ഇട്ടു. അപ്പോൾ ഞാൻ വാൾ വരയ്ക്കാൻ പോവാണ്. വാൾ വരയ്ക്കാൻ ഇവിടെ ഓഫ്സെറ്റ് ഇപ്പോൾ 0 ആണ്. ഞാനിപ്പോൾ ഇതിൽ ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ കണ്ടോ, ഈ വോള് ഇത് ഈ ലൈനിൽ കൂടെയാണ് ഇപ്പോൾ നമ്മൾ വരച്ചേക്കുന്നത്. ഇനി അതെനിക്ക് വേണ്ട, ഈ ലൈന് പാരലായിട്ട് തന്നെ നമുക്ക് വേറൊരു ഇത്തിരി മാറിയിട്ട് ഒരു ഓഫ്സെറ്റ് ഇട്ടിട്ട് നമുക്കൊരു വാൾ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ഓഫ്സെറ്റിൻ്റെ ഡിസ്റ്റൻസ് പറഞ്ഞു കൊടുക്കുക, എൻ്റർ കീ പ്രസ് ചെയ്യുക. അതിനുശേഷം നമ്മൾ ഈ ലൈൻ്റെ ഫസ്റ്റ് പോയിൻ്റ് പിക്ക് ചെയ്തു, കണ്ടോ, സെക്കൻഡ് പോയിൻ്റ് പിക്ക് ചെയ്തപ്പോൾ കണ്ടോ, ഈ വാളിൽ നിന്ന് ഈ ഒരു ലൈനിൽ നിന്ന് എത്ര 1000 mm മാറിയിട്ടാണ് ഈ വോള് ഇപ്പോൾ വന്നേക്കുന്നത്. അതാണ് ഓഫ്സെറ്റ് എന്ന് പറയുന്നത്. നമ്മൾ വരയ്ക്കുന്നിടത്തല്ല വരുന്നത്, നമ്മൾ ഓഫ്സെറ്റ് ചെയ്തിട്ട് വരും. ഇനി റേഡിയസ് എന്ന് പറഞ്ഞിട്ട് ഒരു ഇതുണ്ട്. റേഡിയസ് നമുക്ക് എങ്ങനെ വോളിന് കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് റേഡിയസ് കൊടുക്കാൻ പറ്റും. നമ്മൾ ചെയിൻ ഓപ്ഷൻ കണ്ടോ, നമ്മൾ വാളിൻ്റെ കോർണറിലൊക്കെ റേഡിയസ് ആയിട്ട് നമുക്ക് എത്ര റൗണ്ട് എത്ര ഇതായിട്ട് വരണമെന്നുണ്ടെങ്കിൽ, റേഡിയസ് വരണമെന്നുണ്ടെങ്കിലാണ് നമ്മൾ ആ റേഡിയസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ നമ്മൾ ടിക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഇപ്പോൾ ഒരു വോൾ വരയ്ക്കുമ്പോൾ നമ്മളിപ്പോൾ ഒരു 5000 എന്ന് പറഞ്ഞിട്ട് ഇത് കൊടുക്കുക, എൻ്റർ ചെയ്യുക. നമുക്ക് ഈ ഫസ്റ്റ് വോൾ വരച്ചു, എന്നിട്ട് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് തന്നെ സെക്കൻഡ് വോൾ വരച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ ഇങ്ങനെ റൗണ്ട് ഷേപ്പിൽ വരും. എന്നിട്ട് അതിൻ്റെ റേഡിയസ് ആണ് ഈ കാണിച്ചേക്കുന്നത്. എത്ര നമ്മൾ 5000 എന്ന് കൊടുത്തു, 5000 വരും. ഇനിയിപ്പം നമ്മൾ അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് ജോയിൻ സ്റ്റാറ്റസ്, അത് അലോ ഡിസലോ, അത് അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്. അത് ഞാൻ പിന്നെ പറഞ്ഞുതരാം. ജോയിൻ ചെയ്യാനുള്ള വാളിൻ്റെ കോർണർ തമ്മിലുള്ള ജോയിൻ ചെയ്യാനുള്ള ഓപ്ഷനാണ് ഈ ഒരു സാധനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ വാളിൻ്റെ ഫസ്റ്റ് എടുത്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ വോൾ വരയ്ക്കുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം ഇത് നോക്കുക. ഇത് എന്നതിന് ശേഷം നമ്മൾ വോൾ വരച്ചു കൊടുക്കുക. ഇനി വോളിൻ്റെ ടൈപ്പ് എന്ന് പറയുന്ന ഈ സാധനമുണ്ട്. വോളിൻ്റെ ടൈപ്പ്, അതായത് ഇവിടെ കൊടുത്തിട്ടുണ്ട് 200 mm CMU അല്ലെങ്കിൽ ഈ ജെൻറിക് 200 എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ടൈപ്പ് കൊടുത്തിട്ടുണ്ട്. ഇതിനെ പറയുന്ന ഇപ്പം നമുക്ക് ഈ പ്രോപ്പർട്ടി വിൻഡോയിൽ ഇപ്പം അവൈലബിൾ ആയിട്ടുള്ള പെട്ടെന്ന് ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഈ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്ന പേരാണ് ഇൻസ്റ്റൻറ്റ് പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത്. ഇനി ഇവിടെ കണ്ടോ, എഡിറ്റ് ടൈപ്പ് എന്ന് പറഞ്ഞിട്ടൊരു ബട്ടൺ ഉണ്ട് ഇവിടെ. ഞാൻ ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വേറൊരു വിൻഡോ വരും. കണ്ടോ, ടൈപ്പ് പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞിട്ട് വേറൊരു ഇത് വരും. അതായത് നമുക്ക് ഈ വ്യൂവിൽ നിന്നുകൊണ്ട് തന്നെ പെട്ടെന്ന് ആക്സസ് ചെയ്യാൻ പറ്റുന്ന, പ്രോജക്റ്റ് വൈസിൽ കൂടെ ആക്സസ് ചെയ്യാൻ പറ്റുന്ന, പ്രോജക്റ്റ് വൈസ് അല്ല, നമ്മുടെ പ്രോപ്പർട്ടി വിൻഡോയിൽ കൂടെ ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഈ ഒരു പ്രോപ്പർട്ടീസിനെ പറയുന്ന പേരാണ് ഇൻസ്റ്റൻറ്റ്. നമ്മൾ ഇൻസ്റ്റൻ്റ്ലി ആക്സസ് ചെയ്യുന്ന പ്രോപ്പർട്ടീസ്. ഇനി നമ്മൾ ഇതെന്ന് പറഞ്ഞാൽ ടൈപ്പ് പ്രോപ്പർട്ടീസ്. ഇത് ഇത്തിരി കൂടെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ടൈപ്പ് പ്രോപ്പർട്ടീസ് എന്ന് പറയുന്ന ഇതെടുക്കുന്നത്. ടൈപ്പ് പ്രോപ്പർട്ടീസ് എടുക്കണമെങ്കിൽ ഇവിടെ എഡിറ്റ് ബട്ടണിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ടൈപ്പ് പ്രോപ്പർട്ടീസ് അങ്ങനെ കിട്ടും. ഇനി നമ്മൾ വോൾ എന്ന് പറഞ്ഞ ഇതെടുത്തു. എന്നിട്ട് നമ്മൾ പറഞ്ഞു കൊടുത്തു 200 mm വോളാണ് ഞാനിപ്പോൾ വരയ്ക്കുന്നത്. ഞാനിപ്പോൾ വരച്ചു കൊടുത്തു. കണ്ടോ, നമ്മളിപ്പം 200 mm വോളാണ് ഇത് വരച്ചേക്കുന്നത്. നമ്മൾ ജസ്റ്റ് ഡിസ്റ്റൻസ് ഒക്കെ ഇത് അറിയണമെന്നുണ്ടെങ്കിൽ ഇവിടെ ക്വിക്ക് ആക്സസ് ബാർ എന്ന് പറയുന്ന ഈ ബാറിൽ പോയിട്ട് ഇതിൽ പോയിട്ട് നമുക്കൊന്ന് അളന്ന് നോക്കാം. കണ്ടോ, ആ വോളിൻ്റെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 200 ആണ്. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഇവിടെ വോൾ വരയ്ക്കുന്നത്. ഇനി ഈ വോളിനെ നമ്മൾ കുറച്ചുകൂടെ അഡ്വാൻസ് ആയിട്ടുള്ള ഇതിനകത്തോട്ട് പോവാണ്. ഇനി വോളിനെ നമുക്ക് തിക്നെസ് ഒന്ന് കൂട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ്, ഈ വോളിലൊന്ന് സെലക്ട് ചെയ്യുക. എന്നിട്ട് എഡിറ്റ് എന്ന് പറയുന്ന ഇതെടുക്കുക. എഡിറ്റ് എന്ന് പറയുന്ന ഈ ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ കണ്ടോ, നമുക്കിവിടെ വീണ്ടും ഒരു എഡിറ്റ്, സ്ട്രക്ചർ എന്ന് പറയുന്ന ഈ ഭാഗത്ത് വീണ്ടും ഒരു എഡിറ്റ് എന്ന് പറയുന്ന ഒരു ബട്ടണുണ്ട്. നമ്മൾ അതിലൊന്ന് പിക്ക് ചെയ്യാം. അതിലൊന്ന് പിക്ക് ചെയ്യുമ്പോൾ വേറെ എഡിറ്റ് അസംബ്ലി എന്ന് പറയുന്ന ഒരു ബോക്സ് വരും. ഈ എഡിറ്റ് അസംബ്ലിയിൽ ഈ കോർ ബൗണ്ടറിയുടെയും ഇടയ്ക്ക് ഒരു സ്ട്രക്ചർ എന്ന് പറയുന്ന ഭാഗത്ത് ഇവിടെ ഒരു ഡയമെൻഷനുണ്ട്. ഈ 200 എന്ന് പറയുന്ന ഈ സാധനം, ഞാനിതിപ്പോൾ അത് 400 എന്ന് പറയുന്ന ഒരു വാല്യൂ കൊടുത്തു. എന്നിട്ട് ഓക്കെ എന്ന് പറയുന്ന ബട്ടൺ പ്രസ് ചെയ്തു.
എന്നിട്ട് ഇവിടെ അപ്ലൈ കൊടുത്തു, ഓക്കെ കൊടുത്തു. കണ്ടോ, ഈ വോളിൻ്റെ നമ്മൾ ഡിസ്റ്റൻസ്, അതായത് അതിൻ്റെ തിക്നെസ് എത്ര ആയിരുന്നു? നേരത്തെ അളന്നപ്പം നമ്മൾ 200 ആയിരുന്നു, ഇപ്പോൾ അത് 400 ആയി. കണ്ടോ, അപ്പോൾ അങ്ങനെയാണ് വോളിൻ്റെ തിക്നെസ് നമ്മൾ ചേഞ്ച് ചെയ്യുന്നത്. അതായത് നമ്മൾ ആ വോളിനെ സെലക്ട് ചെയ്യുക, എന്നിട്ട് ഈ പ്രോപ്പർട്ടി വിൻഡോയിൽ എഡിറ്റ് ടൈപ്പ് എന്ന് പറയുന്ന ഈ ബട്ടണിൽ പ്രസ് ചെയ്യുക. എഡിറ്റ് ടൈപ്പിൽ പോയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഈ